എസെക്കിയേൽ 47 അധ്യായം. ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ, ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലത്തുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ടു നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇതു കണ്ടോ? പിന്നെ അവൻ എന്നെ നദീതീരത്തൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും. അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. മീൻപിടുത്തക്കാർ ആ കടൽക്കരെ നിൽക്കും. എൻഗേദി മുതൽ എൻ എഗ്ലായിം വരെ വലവീശാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ മഹാസമുദ്രത്തിലെ പോലെ വിവിധ തരം മത്സ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ നദിയുടെ സമീപത്തുള്ള ചേറ്റുനിലങ്ങളും ചതുപ്പുനിലങ്ങളും ശുദ്ധമാക്കപ്പെടുകയില്ല. ഉപ്പിനു വേണ്ടി അവ മാറ്റിവച്ചിരിക്കുന്നു. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്കു വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. ദേശത്തിൻ്റെ അതിരുകൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്കിടയിൽ നീ ദേശം വിഭജിക്കുന്നത് ഇപ്രകാരമായിരിക്കണം. ജോസഫിന് 2 പങ്കുണ്ടായിരിക്കണം. നിങ്ങൾ അത് തുല്യമായി വേണം ഭാഗിക്കാൻ. ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. പൈതൃകാവകാശമായി നിങ്ങൾക്ക് ഇതു ലഭിക്കും. ദേശത്തിൻ്റെ അതിർത്തി ഇതായിരിക്കണം. വടക്കോട്ട് മഹാസമുദ്രം മുതൽ ഹെത്ലോൺ വഴി ഹമാത്തിൻ്റെ അതിർത്തി വരെ. അവിടെ നിന്ന് സെദാദ്, ബറോത്ത, ദമാസ്കസിൻ്റെയും ഹമാത്തിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സിബ്രായിം, ഹൗറാൻ്റെ അതിർത്തിയിലുള്ള ഹാസർ ഹത്തിക്കോൻ എന്നിവ വരെയും. അങ്ങനെ വടക്കേ അതിർത്തി സമുദ്രം മുതൽ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാർ ഏനോൻ വരെയും അതിന് വടക്കുള്ള ഹമാത്തിൻ്റെ അതിർത്തി വരെയും. ഇതാണ് വടക്കേ അതിര്. കിഴക്കേ അതിർത്തി ദമാസ്കസിൻ്റെയും ഹൗറാൻ്റെയും ഇടയ്ക്കുള്ള ഹസാർ ഏനോൻ മുതൽ ഇസ്രായേൽ ദേശത്തിനും ഗിലെയാദിനും ഇടയ്ക്ക് ജോർദാൻ വഴി കിഴക്കേ കടലും താമാറും വരെയും. ഇതായിരിക്കണം കിഴക്കേ അതിര്. തെക്കേ അതിർത്തി താമാർ മുതൽ മെരീബാത്ത് കാദഷിലെ ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയും. ഇതായിരിക്കണം തെക്കേ അതിർത്തി. ഹമാത്തിൻ്റെ കവാടത്തിനു നേരെ വരെ മഹാസമുദ്രമായിരിക്കണം പടിഞ്ഞാറേ അതിർത്തി. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഈ ദേശം വിഭജിച്ചെടുക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ താമസിക്കവേ കുട്ടികൾ ജനിച്ച് അവിടെ പാർക്കുന്ന വിദേശീയർക്കും പൈതൃകാവകാശമായി അത് പങ്കുവയ്ക്കണം. അവർ നിങ്ങൾക്ക് സ്വദേശീയരായ
ഇസ്രായേൽ മക്കളെ പോലെയായിരിക്കണം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊപ്പം അവർക്കും ഒരവകാശം ലഭിക്കണം. പരദേശി പാർക്കുന്ന ഗോത്രം ഏതോ ആ ഗോത്രത്തിൽ തന്നെ അവന് ഓഹരി കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം.